ഹായ് ഫ്രണ്ട്സ്, സ്ട്രോബെറി ചാനലിൻ്റെ ഓണം സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനീറ്റ. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഏതൊരു സദ്യയുടെയും നെടുന്തൂണായ സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. സാമ്പാർ എല്ലാവരും ഉണ്ടാക്കുന്നൊരു വിഭവമായിരിക്കും. എന്നാൽ നല്ല രുചിയും കൊതിപ്പിക്കുന്ന മണവുമുള്ള ഒരു അടിപൊളി സാമ്പാർ ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ഞങ്ങളുടെ മറ്റ് ഓണ വിഭവങ്ങളും ചാനൽ പ്ലേലിസ്റ്റിൽ കാണാവുന്നതാണ്. അതിനായി ഞാനിവിടെ ഒരു ചെറിയ കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 മുതൽ 1/4 കപ്പ് വരെ പരിപ്പ് നന്നായി കഴുകി വൃത്തിയാക്കിയത് ചേർത്ത് കൊടുക്കാം. പരിപ്പ് വെന്ത് കിട്ടാൻ ആവശ്യമായ വെള്ളം കൂടി ചേർക്കാം. ഞാനൊരു 3 കപ്പോളം വെള്ളം ചേർക്കുന്നുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കുക്കർ അടച്ച് പരിപ്പിനെ വേവിച്ചെടുക്കാം. ഒരു വിസിൽ മാത്രം മതിയാകും. ഒരു വിസിലിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് പ്രഷർ താനെ റിലീസ് ആവാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ഇന്നത്തെ എൻ്റെ സാമ്പാറിന് വേണ്ടി ഞാൻ ചേർക്കുന്ന പച്ചക്കറികൾ എന്തെല്ലാമാണെന്ന് കാണാം. ഒരു ഉരുളക്കിഴങ്ങ് ക്യൂബ്സ് ആക്കി അരിഞ്ഞെടുത്തത്, ഒരു ചെറിയ കഷ്ണം ചേന, ഒരു ചെറിയ പീസ് പടവലങ്ങ, ഒരു കുഞ്ഞു ക്യാരറ്റ്, 3-4 കോവയ്ക്ക, 3 വലിയ പച്ചമുളക്, കുറച്ച് അച്ചിങ്ങ, ഒരു വഴുതനങ്ങ, ഒരു ചെറിയ പീസ് മത്തങ്ങ, പിന്നെ സാമ്പാറിന് വേണ്ടി നമ്മൾ ചേർക്കുന്ന വെള്ളരിക്ക ഒരു ചെറിയ പീസ്, കുറച്ച് ബീൻസ്. ഇതാണ് ആദ്യ ഘട്ടത്തിൽ ഞാൻ ചേർക്കുന്ന പച്ചക്കറികൾ. 2 ഘട്ടമായിട്ടാണ് ഞാൻ പച്ചക്കറികൾ ചേർക്കുന്നത്. രണ്ടാമത്തെ ഘട്ടത്തിൽ കുറച്ച് വെണ്ടയ്ക്ക, 1-2 മുരിങ്ങക്കോൽ, ഒരു തക്കാളി. ഇത്രയും പച്ചക്കറികളാണ് ഞാൻ ഇന്ന് ചേർത്ത് കൊടുക്കുന്നത്. പരിപ്പിൻ്റെ ഒരു വിസിൽ വന്നു, പ്രഷറെല്ലാം താനെ പോയിട്ടുണ്ട്. നമുക്കിനി കുക്കറൊന്ന് തുറക്കാം. നമ്മുടെ പരിപ്പ് അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ആദ്യത്തെ ഘട്ടത്തിലെ പച്ചക്കറികൾ, അതായത് മുരിങ്ങക്കോലും വെണ്ടയ്ക്കയും തക്കാളിയും ഒഴിച്ച് ബാക്കി എല്ലാ പച്ചക്കറികളും ചേർത്ത് കൊടുക്കാം. നമ്മൾ സാമ്പാറിലേക്ക് ചേർക്കുന്ന പച്ചക്കറികൾ നമ്മുടെ താല്പര്യത്തിനും ലഭ്യതയ്ക്കും അനുസരിച്ച് ചെറുതായിട്ടൊക്കെ മാറ്റം വരുത്താവുന്നതാണ്. ഏത്തക്കായ കിട്ടുവാണെങ്കിൽ നമുക്ക് ഏത്തക്കായ ചേർത്ത് കൊടുക്കാം. സവോള ചേർക്കാൻ താല്പര്യം ഉള്ളവർക്ക് ഒരു ചെറിയ സവോള ചേർക്കാവുന്നതാണ്. സവോള അല്ലെങ്കിൽ കുഞ്ഞുള്ളി ആയാലും മതി. ഇതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാവുന്നതാണ്. പച്ചമുളക് ജസ്റ്റ് 2 പിളർന്നിട്ട് കൊടുക്കാം. ആദ്യത്തെ ഘട്ടത്തിലെ പച്ചക്കറികളെല്ലാം നമ്മൾ ചേർത്തു, നന്നായി ഒന്ന് മിക്സ് ചെയ്തു. ആവശ്യത്തിന് വെള്ളം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ വീണ്ടും വെള്ളം ഒഴിച്ചിട്ടില്ല. പച്ചക്കറികളുടെ ഒപ്പം വെള്ളം ഒഴിക്കാൻ മറക്കരുത്. കുക്കർ അടച്ച് നമുക്ക് വീണ്ടും ഒരു വിസിലിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒരു വിസിൽ വന്നു, പ്രഷർ താനെ റിലീസ് ആയിട്ടുണ്ട്. നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. പച്ചക്കറികളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്, പരിപ്പെല്ലാം നന്നായിട്ട് വെന്തുടഞ്ഞു. ഇനി നമുക്ക് സാമ്പാറിന് വേണ്ട മസാല തയ്യാറാക്കാം. അതിനായി നമുക്ക് ഒരു കടായി എടുത്ത് വെക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂണോളം കായം. കായത്തിൻ്റെ പൊടിയാണെങ്കിലും അതല്ല കട്ടയാണെങ്കിലും കുഴപ്പമില്ല, കാരണം നമ്മൾ ചൂടാക്കുമ്പോൾ അത് കട്ടയൊക്കെ അലിഞ്ഞു വന്നോളും. 3 ടീസ്പൂൺ സാമ്പാർ പൗഡർ. ഈ പൊടികളെല്ലാം നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. ഫ്ലെയിം ഓണാക്കി തീരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒരുപാട് സമയം റോസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടണം, അത്രേ ഉള്ളൂ. പൊടികളുടെ റോ സ്മെല്ലെല്ലാം ഒന്ന് മാറി ജസ്റ്റ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ പച്ചക്കറികളെല്ലാം ചേർത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടിയും വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ സാമ്പാർ ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ നമ്മുടെ സാമ്പാർ പുളി എടുത്ത് വെള്ളത്തിൽ നന്നായി ഞെരടി പിഴിഞ്ഞ് ആ വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് സാമ്പാർ പുളി ചേർക്കുന്നത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ 1 തക്കാളിക്ക് പകരം 2 തക്കാളി ഇട്ടും സാമ്പാർ തയ്യാറാക്കാം. 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഈ പുളിവെള്ളത്തിൽ കിടന്ന് നമ്മുടെ സാമ്പാർ നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നമ്മുടെ സാമ്പാർ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി രണ്ടാം ഘട്ടത്തിലുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. അവയാണ് മുരിങ്ങക്കോൽ, വെണ്ടയ്ക്ക, തക്കാളി. നമ്മൾ എന്തുകൊണ്ടാണ് ഇത് ആദ്യം ചേർക്കാത്തത്? അതങ്ങ് വെന്തുടഞ്ഞങ്ങ് പോകും.
വെണ്ടയ്ക്കും തക്കാളിക്കും മുരിങ്ങക്കോലിനൊന്നും ഒരുപാട് വേവില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. ആദ്യമേ ചേർത്ത് കഴിഞ്ഞാൽ ഇതങ്ങ് വെന്ത് കാണാൻ വയ്യാത്ത പോലെ കലങ്ങിപ്പോകും. അതുകൊണ്ടാണ് നമ്മൾ അത് ഈ ലാസ്റ്റ് സ്റ്റേജിൽ ചേർക്കുന്നത്. ജസ്റ്റ് ഒന്ന് തിളച്ചാൽ തന്നെ ഇവയെല്ലാം വെന്ത് കിട്ടും. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ സാമ്പാർ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടിയൊക്കെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സാമ്പാർ ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനമായി കുറച്ച് കടുകും ഉലുവയും എല്ലാം പൊട്ടിച്ച് ചേർക്കാനുണ്ട്. അതിനായി ഒരു കുഞ്ഞു കടായി എടുത്ത് വെക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഒരു കുഞ്ഞുള്ളി വളരെ കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുഞ്ഞുള്ളി നന്നായിട്ട് മൂത്ത് നല്ല ബ്രൗൺ കളറായി കഴിയുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർക്കാം. 2-3 വറ്റൽമുളക് ചേർക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും. ഇവയെല്ലാം കൂടി നന്നായിട്ട് ഫ്രൈ ആയത് നമുക്ക് ഈ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അവസാനമായി ഒരു രുചിക്കൂട്ട് കൂടിയുണ്ട്. ആ ചൂടായ എണ്ണയിലേക്ക് ഒരു പിഞ്ച് സാമ്പാർ പൊടിയും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് അടച്ചു വെക്കാം. ഇനി നമ്മൾ എപ്പോഴാണോ ഇത് സെർവ് ചെയ്യുന്നത് അപ്പോൾ മാത്രം തുറന്നാൽ മതി. ആ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ആ സാമ്പാർ പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ നമ്മുടെ സാമ്പാറിന് കിട്ടും. നമുക്ക് നമ്മുടെ സാമ്പാർ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഏതൊരു മലയാളിക്കും ഏറെ പ്രിയപ്പെട്ടതാണ് സാമ്പാർ. നമ്മൾ ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയും എല്ലാം കഴിക്കുന്ന സാമ്പാർ വളരെ ഹെൽത്തിയുമാണ്. ഒരുപാട് പച്ചക്കറികൾ അടങ്ങിയ ഈ സാമ്പാർ ഏതൊരു മലയാളിയുടെയും വീട്ടിലെ സ്ഥിര സാന്നിധ്യമായിരിക്കും. ഇതുവരെ ഇങ്ങനെ ഒരു സാമ്പാർ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാകും. വെറും 5 മണിക്കൂർ കൊണ്ട് ഒരാൾക്ക് എങ്ങനെ ഒരു ഫുൾ ഓണസദ്യ തയ്യാറാക്കാം എന്നുള്ള ഒരു വീഡിയോ ഞങ്ങൾ ഓൾറെഡി ഞങ്ങളുടെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്ത എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. ഞങ്ങളുടെ മറ്റ് ഓണ വിഭവങ്ങളും ചാനൽ പ്ലേലിസ്റ്റിൽ കാണാവുന്നതാണ്. ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഷെയർ ചെയ്യുകയും വേണം. മറ്റൊരു നല്ല അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.